നമ്മളിപ്പോൾ കർക്കിടക മാസത്തേക്ക് കടന്നിരിക്കുകയാണ്. കർക്കിടക കഞ്ഞിയും മുക്തിപാനവും ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധവും ആഹാരവും അടങ്ങിയ രീതികളാണ്. ഞാൻ ഡോക്ടർ ഇമാനുവൽ ജോബിൻസൺ, സിയോൺ ആയുർവേദ ഫിസിഷ്യനാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ എന്താണ് കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം, എത്രത്തോളം അവ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും, എന്തൊക്കെ മരുന്നുകളാണ് ഇതിൽ ചേരുന്നത്, നമുക്കതൊന്ന് നോക്കാം. പ്രധാനമായിട്ട് 2 കാറ്റഗറി ഓഫ് മെഡിസിൻസ് ആണ് ഇതിൽ ചേരുന്നത്. ഒന്നാമത്തെ കാറ്റഗറി നമ്മുടെ ഡൈജഷൻ ഫയറിനെ കൂട്ടുവാനും അഗ്നിവർദ്ധകമായിട്ടുള്ള മരുന്നുകൾ എന്ന് ആയുർവേദ ഭാഷയിൽ പറയുമ്പോൾ നമ്മുടെ ഡൈജഷൻ എൻഹാൻസ് ചെയ്യാനും ഫുഡിന്റെ മെറ്റബോളിസം പ്രോപ്പർ ആക്കുവാനും സഹായിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് മെഡിസിൻ. രണ്ടാമത്തേതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് അസിമുലേറ്റ് ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നറിഷ്മെന്റ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാനും വലിയമായിട്ടുള്ള ഔഷധ രീതികൾ. ഈ രണ്ടും അടങ്ങിയ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഔഷധ രീതിയാണ് ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഔഷധ കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾക്കും അതുപോലെ തന്നെ അരിക്കും ഒക്കെ വളരെയധികം പ്രത്യേകതകളുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുന്ന വളരെ നറിഷ്മെന്റ് ആയിട്ടുള്ള അരിയായിട്ടുള്ള ഞവരി അരിയൊക്കെയാണ് കോമൺ ആയിട്ടും നമുക്ക് കർക്കിടക കഞ്ഞിയിൽ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഔഷധ രീതിയാണ് മുക്കുടിപാനം എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷൻ എൻഹാൻസ് ചെയ്യാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ ഡൈജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് അത് അസിമുലേറ്റ് ചെയ്ത് ബോഡിയിലേക്ക് വേണ്ട ന്യൂട്രീഷൻ നൽകുവാനും സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് മുക്കുടി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഔഷധം ആഹാരമാക്കുന്ന രീതി, അതുപോലെ ആഹാരം തന്നെയാണ് ഔഷധം എന്ന് കാണുന്ന ഒരു സമൂഹം, അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കർക്കിടക മാസവും കർക്കിടകത്തിൽ നമ്മൾ ആചരിക്കുന്ന കർക്കിടക കഞ്ഞി പോലുള്ള ചികിത്സാ രീതി.